ഹലോ എവ്രി വൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മളിതുവരെ സെക്കൻഡ് ചാപ്റ്റർ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അതിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് അല്ലേ. ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ലാസ്റ്റ് പോർഷൻ മെത്തേഡ്സ് ഓഫ് സൈക്കോളജി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ മെത്തേഡ്സ് അല്ലേ. ഏതൊക്കെ മെത്തേഡ്സാണ് അവർ സ്വീകരിക്കുന്നത് പുതിയൊരു സിസ്റ്റം അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നല്ലേ. എഡ്യൂക്കേഷണൽ സൈക്കോളജി എംപ്ലോയ്സ് എ വെറൈറ്റി ഓഫ് റിസർച്ച് മെത്തേഡ്സ് ടു എക്സ്പ്ലോർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് പ്രോസസ്സ് അല്ലേ. ടീച്ചേഴ്സിൻ്റെ പഠിപ്പിക്കുന്നതും കുട്ടികളുടെ ലേണിംഗ് പ്രോസസ്സും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് റിസർച്ച് മെത്തേഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് കണ്ടെത്താറുണ്ട്. ഓക്കെ, റിസർച്ച് മെത്തേഡ്സിലൂടെയാണ് അവർ കുട്ടികളുടെ പഠനാനുഭവങ്ങൾ അല്ലെങ്കിൽ പഠനവും അതുപോലെ ടീച്ചിങ്ങും ലേണിങ്ങും തമ്മിലുള്ള ആ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് റിസർച്ചസും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അവരുടെ അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? ഒബ്സർവേഷണൽ സ്റ്റഡീസ് അല്ലേ. ഒബ്സർവ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, ഒബ്സർവിങ് ക്ലാസ് റൂം ഇൻട്രാക്ഷൻസ്, സ്റ്റുഡൻറ്റ് ബിഹേവിയർ ആൻഡ് ടീച്ചിങ് പ്രാക്ടീസസ്. ക്ലാസ് റൂമിൽ കുട്ടികൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലേ, അവരുടെ ഇൻട്രാക്ഷൻസ്, അവർ പരസ്പരം എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു അല്ലേ, പരസ്പരം ഇടപഴകുന്നു, അതുപോലെ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, പെരുമാറുന്നു എന്നുള്ള കാര്യങ്ങളും, അതുപോലെ ടീച്ചിങ് പ്രാക്ടീസസ് അല്ലേ, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കുട്ടികൾ എങ്ങനെ എടുക്കുന്നു അല്ലെങ്കിൽ ടീച്ചേഴ്സ് എങ്ങനെ പഠിപ്പിക്കുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യണം അല്ലേ. അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട് അവർ. അതുപോലെ ഹെൽപ്സ് ഗ്യാദർ ഡാറ്റ ഓൺ റിയൽ വേൾഡ് എഡ്യൂക്കേഷണൽ സെറ്റിങ്സ് അല്ലേ. റിയൽ വേൾഡിൽ നിന്ന് അല്ലേ, യഥാർത്ഥത്തിലുള്ള നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ റിയൽ വേൾഡിൽ നിന്ന് കുട്ടികൾക്ക് എന്തൊക്കെയാണ് പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലേ, അതിനെ ഒരുമിച്ച് കൂട്ടാനും അല്ലേ, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ സ്റ്റഡീസ് നടത്താറുണ്ട്. ഓക്കെ, നടത്തുന്നതിലൂടെ ഇവർ കൊണ്ടുവരാറുണ്ട് പുതിയ സിസ്റ്റം. അടുത്തതായിട്ട് എക്സ്പെരിമെൻ്റൽ റിസർച്ച് അല്ലേ, പരീക്ഷണങ്ങളിലൂടെയൊക്കെയുള്ള റിസർച്ചസ് ഇവർ നടത്താറുണ്ട്. പല കാര്യങ്ങളും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കുട്ടികളിലെത്തും അല്ലേ, എങ്ങനെ ഇവർക്കിത് യൂസ്ഫുൾ ആവും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു പരീക്ഷണങ്ങളൊക്കെ ഇവർ നടത്തി നോക്കാറുണ്ട്. എങ്ങനെ? കണ്ടക്റ്റിംഗ് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ് ടു ദ ഹൈപ്പോത്തസിസ് അബൌട്ട് ലേണിംഗ് ആൻഡ് ടീച്ചിങ്. ലേണിങ്ങിനെയും ടീച്ചിങ്ങിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു അനുമാനം അല്ലേ, അവരുടെ പല കാര്യങ്ങളും പല പരീക്ഷണങ്ങളും അവർ ലേണിംഗ് ടീച്ചിങ് കണക്ട് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? പല അനുമാനങ്ങളിൽ എത്താറുണ്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അവർ ലേണിംഗ് ടീച്ചിങ്ങും ഇതിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇതിന് ചിലപ്പം ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടായേക്കാം അല്ലേ, അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടായേക്കാം എന്ന് വിചാരിച്ചിട്ട് പല കാര്യങ്ങളും എക്സ്പെരിമെൻ്റലായിട്ട് അവർ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അത് അങ്ങനെ സ്വീകരിക്കൽ അവരുടെ ഒരു മെത്തേഡാണ്. ആൻഡ് അലൗസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്സ്. അതെന്താ പറയുന്നത്? നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഒരു മെത്തഡോളജിയാണ് എന്ത്? ടീച്ചിങ് ലേണിംഗ് കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് പല പരീക്ഷണങ്ങളും നടത്തുക അല്ലേ. ഒരു ഉദ്ദേശം വെച്ചിട്ട് അവരെന്ത് ചെയ്യാണ്? പല കാര്യങ്ങളും അവർ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഈ ഒരു രീതിയിൽ എത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടായേക്കാം എന്നുള്ളൊരു അനുമാനത്തിൽ അവർ പല കാര്യങ്ങളും അല്ലേ എക്സ്പെരിമെൻ്റ് റിസർച്ചസ് നടത്തുകയാണ്. അതുപോലെ എന്താണ്? അലോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്സ്. എന്താണ് അവർ എന്നിട്ട് അതിന് ശേഷം അവരെന്താണ് ഈ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കാരണങ്ങളും അതുപോലെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ലേ, അനന്തരഫലവും അതന്നെ അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് എന്താവും അല്ലേ. ഇത് നമ്മളിങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കോസ് എന്തായിരിക്കും? അത് ചിലപ്പം ഡ്രോപ്പ് ഔട്ട് ആവാം അല്ലേ. അത് ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്തായിരിക്കാം? കോസ് എന്തായിരിക്കാം? അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുന്നതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അല്ലേ, കോസ് ആൻഡ് ഇഫക്റ്റ് എന്തായിരിക്കും? അതിൻ്റെ അനന്തരഫലം ചിലപ്പം നല്ലതായിരിക്കാം അല്ലെങ്കിൽ ചീത്തയായിരിക്കാം. അതെന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീക്ഷണം
അല്ലേ, ഒരു പരീക്ഷണങ്ങളാണ് അവരെന്ത് നടത്തുന്നതിലൂടെയാണ് അവരെന്ത് പുതിയ മെത്തേഡ്സ് കണ്ടെത്തുന്നത്. ഓക്കെ, ക്ലിയർ. സെക്കൻഡ് പോയിൻ്റ് എന്താണ്? എക്സ്പെരിമെൻ്റൽ റിസർച്ച് അല്ലേ, പല പരീക്ഷണങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അവർ ഈ ഒരു പുതിയ എഡ്യൂക്കേഷൻ ഒരു സിസ്റ്റം ഒരു മെത്തഡോളജിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്നുണ്ട്. എഡ്യൂക്കേഷണൽ സൈക്കോളജി, റൈറ്റ്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി ആ എക്സ്പെരിമെൻറ്റ്സിലൂടെ എന്താണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ പുതിയ ടീച്ചിങ് ലേണിംഗ് മെത്തഡോളജി കൊണ്ടുവരാനും അവർ എക്സ്പെരിമെൻറ്റ്സ് നടത്താറുണ്ട്. ആ നടത്തുന്ന എക്സ്പെരിമെൻറ്റ്സിൻ്റെ കോസും ഇഫക്റ്റും അല്ലേ, അതുകൊണ്ട് അത് ഉപയോഗപ്രദമാണോ, അതിൻ്റെ ഉപയോഗപ്രദമല്ലെങ്കിൽ അതിന് കാരണങ്ങൾ എന്താണ്, അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു മെത്തഡോളജി കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ പുതിയൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കും, അത്തരം കാര്യങ്ങളൊക്കെ ഒരു പരീക്ഷണ അനുഭവങ്ങളിലൂടെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പുതിയ മെത്തഡോളജി സ്വീകരിക്കാറുണ്ട്. പരീക്ഷണങ്ങളിലൂടെ അവർ പല രീതിയിലും കുട്ടികളെയും അതുപോലെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് മെത്തഡോളജിയുടെ ലക്ഷ്യം. ക്ലിയർ. അടുത്തതായിട്ട് തേർഡ് പോയിൻ്റ് എന്താണ്? സർവേസ് ആൻഡ് ക്വസ്റ്റ്യനെയേഴ്സ് അല്ലേ, കളക്ടിങ് ഡാറ്റ ഫ്രം സ്റ്റുഡൻസ്, teachers and parents through surveys to gather insights on attitudes, belief and experiences related education. എന്താ പറയുന്നത്? സർവേസും ക്വസ്റ്റ്യനേഴ്സും അല്ലേ, സർവേകൾ അതുപോലെ ചോദ്യാവലികളൊക്കെ നടത്തിയിട്ട് ഇവരെന്ത് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്? എഡ്യൂക്കേഷനെ കുറിച്ചിട്ടില്ല അല്ലേ, ഇവരുടെ ടീച്ചേഴ്സിൻ്റെയും അതുപോലെ കുട്ടികളുടെയും പാരൻസിൻ്റെ ഒക്കെ ഒരു പെർസ്പെക്റ്റീവിൽ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ്സ്, ബിലീവ്സ്, വിശ്വാസങ്ങൾ, അതുപോലെ എക്സ്പീരിയൻസസ്, അവരുടെ അനുഭവങ്ങൾ അല്ലേ, ഇവർ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ മെത്തഡോളജി പ്രകാരം പോകുന്ന ഈ ഒരു എഡ്യൂക്കേഷനെ കുറിച്ച് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യനേഴ്സും സർവേസൊക്കെ നടത്താറുണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ വൺ ഓഫ് ദ മെത്തേഡാണ്. അങ്ങനെ ആ ഒരു മെത്തഡോളജി അവർ യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് അവരുടെ ഫീഡ്ബാക്കിൽ നിന്ന് പുതിയ അപ്ഡേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർക്ക് ശ്രമിക്കുന്നുണ്ട്. ഇതുപോലെ സർവേസും ക്വസ്റ്റ്യനേഴ്സൊക്കെ നടത്തി കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ പല വ്യത്യാസങ്ങൾ അല്ലേ, പല വ്യത്യാസങ്ങൾ, അതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ഐഡിയാസൊക്കെ ചിലപ്പം ഇവർക്ക് ലഭിക്കും അല്ലേ. കുട്ടികൾക്ക് ചിലപ്പം ഇത് ഇപ്പോൾ കൊടുത്തൊരു മെത്തഡോളജി കറക്റ്റായിട്ട് വർക്കായിട്ടില്ല, അപ്പോൾ എനിക്കത് കിട്ടിയിട്ടില്ല എന്നൊരു കുട്ടി പറയാണ്, അതല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് അത് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു പാരൻറ്റ് പറയാണ്, എൻ്റെ കുട്ടിക്ക് സാധിക്കുന്നില്ല അങ്ങോട്ട് എത്താൻ. അതല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇവരുടെ ഈ ഇൻട്രാക്ഷൻസിലൂടെ അവർക്കത് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്താൻ പറ്റിയിട്ടില്ല എന്നൊക്കെ ഒരു ടീച്ചേഴ്സ് ഫീഡ്ബാക്ക് ആണെങ്കിൽ എന്താണ്, ഇവർക്ക് ഇതിലൊക്കെ ചേഞ്ചസ് അപ്ഡേഷൻസ് കൊണ്ടുവരാൻ അല്ലേ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് കൊണ്ടുവരാനൊക്കെ ഇവർക്ക് ഈ സർവേസും ക്വസ്റ്റ്യനേഴ്സും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൽ കേട്ടോ. തേർഡ് പോയിന്റിൽ എന്താണ്, ഡാറ്റാസ് ടീച്ചേഴ്സിൽ നിന്നും കുട്ടികളിൽ നിന്നും അതുപോലെ പാരൻസിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് സർവേസ് അതുപോലെ ക്വസ്റ്റ്യനേഴ്സ് തയ്യാറാക്കിയിട്ട് അതിൽ നിന്നും ഇതുപോലെ ഡാറ്റാസ് കളക്ട് ചെയ്യുക, ഇവരുടെ സിസ്റ്റത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ആവശ്യം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, പുതിയ എക്സ്പീരിയൻസസും അവരുടെ ബിലീഫ്സും ആറ്റിറ്റ്യൂഡ്സൊക്കെ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ പുതിയ രീതിയിൽ അവർക്ക് അപ്ഡേഷൻസ് അതിലൂടെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു മെത്തേഡ്സും ഇവർ സ്വീകരിക്കാറുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഫോർത്ത് വൺ കേസ് സ്റ്റഡീസ് അല്ലേ, എന്താണ് ഇവരിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല രീതിക്ക് സ്റ്റഡീസ് നടത്തുക. ഇൻ ഡെപ്ത് അനാലിസിസ് ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് to explore specific educational phenomena, providing detailed insights into complex issues. അല്ലേ, എന്താ പറയുന്നത്? ഇനി ഇൻ ഡെപ്ത് അല്ലേ, ആഴത്തിൽ അനലൈസ് ചെയ്യുക, എന്ത് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് കേസസ് ടു എക്സ്പ്ലോർ സ്പെസിഫിക് എഡ്യൂക്കേഷണൽ ഫിനോമിന. എന്താണ് ഓരോ ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ അല്ലേ, അവരെ ആഴത്തിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് ഡീപ്പായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷണൽ ഫിനോമിന അല്ലേ, ഒരു പുതിയ എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക അല്ലേ. പ്രൊവൈഡിങ് ഡീറ്റെയിൽഡ് ഇൻസൈറ്റ്സ് ഇൻ ടു കോംപ്ലക്സ് ഇഷ്യൂസ്, കുട്ടികളുടെ അല്ലെങ്കിൽ ഈ പഠനാനുഭവങ്ങളിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള ഇഷ്യൂസൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, അവരെ പുതിയ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫിനോമിനയിലേക്ക് അല്ലേ, ഒരു തത്വത്തിലേക്ക് എന്ത് ചെയ്യുക, ഒരു പുതിയ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഒരു നല്ല
അർത്ഥവത്തായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികളിൽ നിന്ന് അല്ലേ അവരെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, അവരെ അനലൈസ് ചെയ്തുകൊണ്ട്, എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള പുതിയ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫിനോമിനയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇവർ കേസ് സ്റ്റഡീസ് അല്ലേ ഓരോ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക സ്റ്റഡീസിലൂടെ അല്ലേ ഓരോ കേസസ് എടുത്തിട്ട് അതിൽ നിന്നും അവർ പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷണൽ ഫിനോമിന അല്ലെങ്കിൽ ഒരു പ്രതിഭാസം പുതിയൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാണ്ട് മെത്തേഡ്സ് സ്വീകരിക്കാറുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് എന്താണ് 5th വൺ ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡീസ് അല്ലേ. എന്താണ് അതിൽ പറയുന്നത്? ഫോളോയിങ് ദ സെയിം ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഓവർ ടൈം ടു സ്റ്റഡി ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ലേണിംഗ് ആൻഡ് ബിഹേവിയർ. എന്താണ് അതിൽ പറയുന്നത്? ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിപ്പോൾ ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം പ്രോസസ്സാണ്. ദ സെയിം ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ അല്ലെങ്കിൽ KG മുതലൊക്കെ 12th വരെയൊക്കെ എന്താണ് ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേഷനിസ്റ്റുകൾ അല്ലെ, എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ആയാലും അതുപോലെ സൈക്കോളജിസ്റ്റ് ആയാലും ഇവർ ഫോളോ ചെയ്യുന്നത് ആരെയാണ്? ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രന് തന്നെയാണ് അല്ലേ. അപ്പോൾ അവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ മനസ്സിലാക്കുക അല്ലേ, അവരുടെ ആ സെയിം ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അവർക്ക് എന്തിനൊക്കെ ഡെവലപ്മെൻറ്റ്സ് വേണം എന്ന് മനസ്സിലാക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രനെ തന്നെയാണ് ഇവർ ഫോളോ ചെയ്തിട്ട് അവർക്കുള്ള ആവശ്യങ്ങളാണ് നിറവേറ്റി കൊടുക്കാൻ ശ്രമിക്കുന്നത്. സോ അവരെ തന്നെ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രനെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഡെവലപ്മെൻറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണ് വരുന്നത് അല്ലേ, സ്റ്റഡീസിൽ അവർക്ക് എന്തൊക്കെ ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് വരുമെന്ന് നമ്മൾ പഠിക്കണം. അതുപോലെ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിക്കുന്നു അല്ലേ. എന്നിട്ട് അവരുടെ ലേണിങ്ങിനും അതുപോലെ സ്വഭാവ ഗുണങ്ങൾ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ ആവശ്യമുള്ള എന്താണ് മെത്തഡോളജി സ്വീകരിക്കുക അല്ലേ. എന്നിട്ട് അത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്താണ്, അത് അങ്ങനെ ഒരു റിസർച്ച് നടത്തിയിട്ട് അവരിലേക്ക് ആവശ്യമുള്ളത് എത്തിക്കുക അല്ലേ. ആ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രന് എന്തൊക്കെ ചേഞ്ചസ് ഡെവലപ്മെൻറ്റ്സ് വരുന്നു, എന്തൊക്കെ ഗ്രോത്ത് ഉണ്ടാവുന്നു അല്ലേ, അത് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എടുക്കേണ്ടത് ആരുടെ ഒരു മെത്തഡോളജിയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെത്തേഡ്സ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. ക്ലിയർ? അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായ എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ചാപ്റ്റർ എൻഡ് ആയിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.